കോവിഡ് JN1 വകഭേദം വീണ്ടും സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ജാഗ്രത. കോഴിക്കോടാണ് 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ തിരുവനന്തപുരത്ത് ഒരാൾക്ക് രോഗം ബാധിച്ചിരുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, പങ്കുവയ്ക്കാൻ പോകുന്ന അത്ര നല്ല വാർത്തയല്ലെങ്കിലും ഹാപ്പി ക്രിസ്മസ്. ഈ കോവിഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കേസുകൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സർക്കാർ വൃത്തങ്ങളും ആരോഗ്യമന്ത്രിയും ഒക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എങ്കിലും കോഴിക്കോട്ടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? 4 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയല്ലോ. രഞ്ജിനി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഇതുപോലെയുള്ള 2-3 ഫേസുകളൊക്കെ അതിജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ കോവിഡ് വ്യാപനത്തെയും വളരെ ഫലവത്തായി തന്നെ അതിജീവിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. പക്ഷേ ലോകത്താകമാനം ഇപ്പോൾ ഒരു കോവിഡ് ആശങ്ക വീണ്ടും വരുത്തിയിരിക്കുന്ന ഒമിക്രോണിന്റെ ഉപവകഭേദമായ ആണ് ഇപ്പോൾ വീണ്ടും JN1 എന്ന രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ കണ്ട് പിന്നീട് ചൈനയിലേക്ക് പടർന്ന വകഭേദമാണ് ഇത്. വ്യാപനശേഷി താരതമ്യേന കൂടുതൽ എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് 4000 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുമ്പോൾ അതിൽ 3000 രോഗികളും കേരളത്തിലാണ് എന്നതാണ് ഒരു തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുള്ളത്. വ്യാപനശേഷി കൂടുതലുള്ള ഈ വകഭേദം കൊണ്ട് 17 പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ആദ്യം തിരുവനന്തപുരത്താണ് ഒരാൾക്ക് ഈ വകഭേദത്തിലുള്ള രോഗബാധ സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ 4 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ആണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും ഒരു ആശങ്ക നൽകുന്ന വിവരം. ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച 4 പേരുടെ ജീനോം സാമ്പിളുകൾ ജീനോം ടൈപ്പിങ്ങിനായി പൂനെയിലെ ലാബിലേക്ക് അയച്ചിരുന്നു. ഇതിൽ ഉള്ള സാമ്പിളുകളിലാണ് ഇപ്പോൾ കോവിഡ് വകഭേദം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് 17 പേരിലധികം ഈ രോഗബാധ മൂലം സംസ്ഥാനത്ത് കോവിഡ് മൂലം മരിച്ചിട്ടുമുണ്ട്. എന്നാൽ നിലവിൽ സ്ഥിതിഗതികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, നിയന്ത്രണ വിധേയമാണ് രോഗബാധ എന്നാണ് പറയുന്നത്. വ്യാപന ശേഷി കൂടുതലാണെങ്കിലും മരണനിരക്ക് വലിയ കാര്യമായി ഉയർന്നിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പ്രായമായവർ, കുട്ടികൾ എന്നിവർ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഗുരുതരമായ രോഗബാധ ഉള്ളവർക്കും ഈ രോഗം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് പറയുന്നു. ആശുപത്രികളിലും മറ്റും മാസ്ക്, രോഗികളും ഈ രോഗികളെ പരിചരിക്കാൻ ചെല്ലുന്നവരും മറ്റും ഉള്ള ആളുകൾ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കുമൊക്കെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനകൾ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കോവിഡ് സമാനമായ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്നവരെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ഒരു ഉത്സവകാലമാണ്. ഈ ന്യൂ ഇയർ, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. ആളുകൾ കൂടുതലായി കുട്ടികളുടെയും മറ്റും അവധിക്കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രകൾ ചെയ്യുന്ന ഒരു കാലമാണ്. ഒത്തുചേർന്ന കൂട്ടായ്മകൾ എന്നിവയൊക്കെ വളരെ സജീവമായി വീണ്ടും ആരംഭിച്ച ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം വർദ്ധിക്കും എന്ന ഒരു കണക്കുകൂട്ടൽ ഉണ്ട്. പക്ഷേ കൃത്യമായ ജാഗ്രത പാലിച്ച് കോവിഡ് പ്രതിരോധ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത്. ഇപ്പോൾ മാസ്ക് മറ്റുമൊക്കെ നിർബന്ധമാക്കിയ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ആശുപത്രികൾ അതുപോലെ മാസ്ക് അനിവാര്യമായ ഇടങ്ങളിൽ കൃത്യമായി മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മറ്റ് കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കണമെന്ന ഒരു നിർദ്ദേശവും ആരോഗ്യവകുപ്പിൽ നിന്നും എത്തുന്നു. എന്തായാലും ഈ രോഗബാധ വർദ്ധിക്കുന്ന മുറയനുസരിച്ച് ഒരുപക്ഷെ കൂടുതൽ നിയന്ത്രണങ്ങൾ സാവധാനം വന്നേക്കാം. രഞ്ജിനി. യെസ് അനീഷ്, അതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആദ്യഘട്ടത്തിലെ പോലെ മരണനിരക്ക് ഇതിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ കാര്യമായി ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയാം. അത് ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. നേരത്തെ അനീഷ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ അവധിക്കാലമാണ്, ക്രിസ്മസ് കാലമായിരുന്നു, ന്യൂ ഇയർ കാലം വരുന്നു, ഒപ്പം ഉത്സവകാലം കൂടിയാണ്, ആളുകൾ ഒത്തുകൂടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പകരാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുമാണ്. ആശുപത്രികളിലെ ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? നേരത്തെ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ആശുപത്രിയിൽ പോയാൽ ഒരു പനിയാണോ ജലദോഷമാണോ എന്ന് പറഞ്ഞാൽ കോവിഡ് ടെസ്റ്റ് നിർബന്ധമായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു വരുന്നതൊക്കെ നമ്മൾ കണ്ടു. സാഹചര്യം മാറി, സ്വാഭാവികമായും ആ അവസ്ഥയും മാറി. വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നീട് ഇപ്പോൾ ആരും ചോദിക്കാറ് പോലുമില്ല. അത് അങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ആശുപത്രികളിലൊക്കെ ഇത്തരത്തിൽ അസുഖങ്ങളൊക്കെ ആയി പോകുമ്പോൾ ടെസ്റ്റുകൾ നിർബന്ധമാക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടോ? ഇനി മുന്നോട്ട് ഒരു ഇത്തരത്തിൽ ഉത്സവ സീസൺ ഒക്കെ കടന്നു പോകുമ്പോൾ വ്യാപനശേഷി ഒരു പക്ഷേ കൂടിയേക്കാം. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, തീർച്ചയായും ഈ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനം, അതായത് രാജ്യത്താകെ 4000 രോഗികളുള്ളപ്പോൾ അതിൽ 3000 രോഗികളും കേരളത്തിലാണ് എന്നതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ പറയുന്നത്. കാരണം ഏറ്റവും അധികം പരിശോധനകൾ
രാജ്യത്ത് ഇപ്പോഴും നടത്തുന്നത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് പരിശോധനയുടെ എണ്ണം കൂടുമ്പോൾ രോഗബാധയുടെ എണ്ണം കൂടും എന്ന ഒരു സാമാന്യമായ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഇന്നലെ മാത്രം 425 പുതിയ രോഗികൾ ഉണ്ടായി. പക്ഷേ ഈ പുതുതായി ഉണ്ടാകുന്ന രോഗികൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സജീവമായ 3000-ലധികം രോഗികളിൽ ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലുള്ള ആളുകൾ വളരെ കുറവാണ്. അതുതന്നെയാണ് ഒരു ആശ്വാസം പകരുന്നത്. കാരണം ആശുപത്രി കിടക്കുകളും മറ്റും അധികമായി ധാരാളം വേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവുന്നില്ല. ഈ ഓക്സിജൻ സഹായം നൽകി അല്ലെങ്കിൽ വെന്റിലേറ്റർ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തേണ്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ആശുപത്രികളും മറ്റും നിറഞ്ഞു കവിയുന്നതും അല്ലെങ്കിൽ ആശുപത്രികളിൽ കൂടുതലായി രോഗികളെ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊന്നും നിലവില്ല. അതുകൊണ്ട് നിലവിൽ ഭയം വേണ്ട ഒരു ജാഗ്രത മതി എന്ന പഴയ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഈ വകഭേദത്തിന്റെ ഈ JN.1 എത്തുന്ന ഒരു സാഹചര്യത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആശുപത്രികളിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കൃത്യമായ ആരോഗ്യ സംവിധാനങ്ങൾ സ്വകാര്യ സർക്കാർ ആശുപത്രികൾ ഉണ്ടാകും എന്ന കാര്യം ഈ ഘട്ടത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ടോ. ഒപ്പം കോഴിക്കോട് ഈ നിപ വൈറസ് ബാധയൊക്കെ വന്ന സാഹചര്യങ്ങളിൽ മുതൽ ഈ അസ്വാഭാവികമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലുള്ള പനികളോ മറ്റോ കണ്ടാൽ വളരെ വിശദമായ പരിശോധനകൾക്കുള്ള പ്രോട്ടോകോൾ നിലവിൽ തന്നെ തയ്യാറാണ്. അതുകൊണ്ട് കൃത്യമായി ഈ രോഗവിവരം കണ്ടുപിടിക്കാൻ കഴിയും. പരിശോധനകൾ കൃത്യമായി നടക്കുന്നു എന്നതാണ് ആശ്വാസമുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ഈ എണ്ണത്തിലെ വർധനവ് ഈ വല്ലാതെ ഭയക്കേണ്ട കാര്യമില്ല. അതിനുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ലഭ്യമാണ്. വ്യാപനശേഷി താരതമ്യേന കൂടുതലാണ്, പക്ഷേ മരണനിരക്ക് കുറവാണ് എന്നതാണ് ഈ പുതിയ വകഭേദത്തിൽ ആശ്വാസമായി നിൽക്കുന്നത്. നിലവിൽ ഒരു തരത്തിലുമുള്ള ഭയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണ്ട. കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. രഞ്ജിനി. യെസ്, അതാണ് MS അനീഷ് കുമാറാണ് സാഹചര്യം വ്യക്തമാക്കിയത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നമ്മൾക്കറിയാം ഈ കോവിഡ് കാലത്തെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിജീവിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതയൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും തയ്യാറാണ് താനും. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ച. അനീഷിനും കുടുംബത്തിനും നല്ലൊരു ക്രിസ്മസ് ദിനം കൂടി ആശംസിക്കുകയാണ്. നമ്മൾ ഇനി മറ്റ് വാർത്തകൾ കൂടി നോക്കുകയാണ്.